ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം LDFനെ ബഹുദൂരം പിന്നിലാക്കി എന്ന് ഊറ്റം കൊള്ളുകയാണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ. അവർ ചിത്തരാണ്. ആഹ്ലാദിക്കട്ടെ, ചിത്തരാവട്ടെ, സന്തോഷിക്കട്ടെ. അവരുടെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ ചില കണക്കുകളിൽ നിന്ന് പങ്കുവെക്കുകയാണ്. ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും മാപ്രകൾക്കും ഇവിടുത്തെ കോൺഗ്രസിനും ഇവിടുത്തെ UDFനും ഇവിടുത്തെ മുസ്ലിം ലീഗും മുന്നിലേക്ക് ഞങ്ങൾ ആദ്യമേ ഒരു ഹൈപ്പോത്തീസിസ് വയ്ക്കുകയാണ്. ഹൈപ്പോത്തീസിസ് അറിയാവുന്ന ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട്, ഡേറ്റ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ഹൈപ്പോത്തീസിസ് സാധ്യതകൾ. അതിൽ ഹൈപ്പോത്തീസിസ് ഇതാണ്: പാലക്കാട് സിറ്റിംഗ് MLA ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു. വടകരയിൽ ഷാഫി ജയിച്ചിട്ട് പാലക്കാട്ടെ സിറ്റിംഗ് MLA സ്ഥാനം രാജിവെച്ചാൽ 6 മാസത്തിനകം അവിടെ ബൈ ഇലക്ഷൻ വരും. ഞങ്ങളുടെ ഹൈപ്പോത്തീസിസ് ഇതാണ്: ആ ബൈ ഇലക്ഷനിൽ കേരളത്തിൽ 2ാം തവണ BJP അക്കൗണ്ട് തുറക്കും. നേമത്തെ പോലെ. നേമത്തെ ആദ്യ അക്കൗണ്ട് രാജഗോപാലിലൂടെ. അതിശക്തിയായ ഒരു BJP സ്ഥാനാർത്ഥി പാലക്കാട്ട് ബൈ ഇലക്ഷനിൽ നിന്നാൽ ആ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള BJPയുടെ 2ാം അക്കൗണ്ട് നിയമസഭയിലേക്ക് തുറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പാലക്കാട്ട് നിലനിൽക്കുന്നു. ഇതാണ് ഹൈപ്പോത്തീസിസ്. ഇതിനെ നിഷേധിക്കാൻ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളെ, മാപ്രകളെ, കോൺഗ്രസിനെ, UDFനെ, ലീഗിനെയൊക്കെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഡേറ്റ അനാലിസിസ്. കഴിഞ്ഞ 30 വർഷത്തെ പാലക്കാട് അസംബ്ലിയുടെ ചരിത്രം. അത് വളരെ ബ്രീഫായിട്ട് ഒറ്റ നോട്ടത്തിൽ അതിൽ ഞങ്ങൾ സാമ്പിളായിട്ട് BJPയുടെ പെർഫോമൻസിന് എടുക്കുകയാണ്. 30 വർഷത്തെ പെർഫോമൻസ്, 1/4 നൂറ്റാണ്ടിനപ്പുറം. 91 മുതൽ 2021 വരെ നടന്ന ഇലക്ഷൻ. ഈ 7 തിരഞ്ഞെടുപ്പുകളിൽ, അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ, പാലക്കാട് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് BJP 10%-ലധികം വോട്ട് നേടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി മാറുമ്പം ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറുമെങ്കിലും BJPയുടെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ട് ബാങ്കായ 10%-ൽ യാതൊരു വിള്ളലും സംഭവിച്ചിട്ടില്ല. അത് കൂടി വന്നിട്ട് ഈ 2021 BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന മെട്രോമാൻ E. ശ്രീധരൻ വൻ കുതിച്ചുചാട്ടം നടത്തി 2ാം സ്ഥാനത്തെത്തിയിട്ട് അദ്ദേഹം നേടിയത് 35.34% വോട്ടാണ്. 10%-ൽ നിന്ന് 35-ന് മുകളിലേക്ക്. ഞങ്ങൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരു അസംബ്ലി സീറ്റിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ഏത് മുന്നണി ആയിക്കോട്ടെ, പോൾ ചെയ്യുന്ന വോട്ടിന്റെ 35%-ന് മുകളിൽ നേടുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ ജയസാധ്യതയുള്ളൂ. ഇനി റണ്ണറപ്പ് ആകണമെങ്കിൽ, 2ാം സ്ഥാനത്ത് വരണമെങ്കിൽ 30%-ലധികം വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിക്ക് വരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പല മണ്ഡലങ്ങളിലും BJP അടുത്ത കാലത്തൊന്നും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് വേറെയാണ് ലെവൽ. അതിന്റെ ഡേറ്റയാണ് ഞങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അടുത്ത ബൈ ഇലക്ഷൻ വന്നാൽ അവിടെ ജയിക്കാൻ പോകുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കും. നല്ലൊരു BJP സ്ഥാനാർത്ഥിയെ BJP നിർത്തിയാൽ അവിടുത്തെ ഫലം അതായിരിക്കും എന്ന കാര്യങ്ങൾ ഇവിടെ അടിവരയിട്ട് പറയാം. 2091 BJP സ്ഥാനാർത്ഥി നേടിയത് 11.59%. നമ്മുടെ ഇവിടെ ബെഞ്ച് മാർക്ക് 10%-മാണ് BJP വെക്കുന്നത്. 1991 തന്നെ BJP സ്ഥാനാർത്ഥി 11.59% വോട്ട് നേടിയവിടെ. ഓർക്കണം, വോട്ടിന്റെ സംഖ്യ പറഞ്ഞാൽ 10,648. ഇനി 96, അടുത്ത ഇലക്ഷൻ 1996 അന്ന് 12.61% വോട്ട് നേടി. വോട്ടിന്റെ എണ്ണം 11,446. വോട്ട് കൂടി, ശതമാനവും കൂടി. 2001 അടുത്ത ഇലക്ഷനിൽ വീണ്ടും വോട്ട് കൂടുന്നു. ശതമാനം 10.96 ആകുമ്പോഴും വോട്ട് 12,159 വർദ്ധിച്ചു. അപ്പോഴും വോട്ടിംഗ് ശതമാനം 10-ന് മുകളിൽ തന്നെ നിലനിർത്തി BJP. 2006 ദ ബിഗ് ജംപ് ഇൻ പാലക്കാട് അസംബ്ലി ഇലക്ഷൻ. 2006 അവിടുത്തെ BJP സ്ഥാനാർത്ഥി നേടിയത് 24.85% വോട്ടാണ്. 24.85. 10.96 ഇരട്ടിയിലധികത്തിലേക്കൊരു കുതിച്ചുചാട്ടമാണ്. അന്ന് ആരായിരുന്നു പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി? O. രാജഗോപാൽ.
നേമത്ത് അക്കൗണ്ട് തുറന്ന ഒ രാജഗോപാലായിരുന്നു 2006 പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി അട്ടിമറി വോട്ടുകൾ നേടിയത്. ഇത്രയും ഉയർച്ച BJPക്ക് ഉണ്ടാക്കിയത്. അത് രാജഗോപാലിന്റെ വ്യക്തിപരമായ സ്വാധീനമുണ്ട്, പാർട്ടി വോട്ടുണ്ട്, BJPയുടെ പാർട്ടി വോട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് സ്വദേശം പാലക്കാടാണ്. അപ്പം മികച്ച ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ BJPയുടെ വോട്ട് നിലവാരം ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്നുള്ളത് നമ്മളിവിടെ കാണുക. ഇനി 2011 അടുത്ത ഇലക്ഷൻ, അന്ന് BJPയുടെ ഉദയഭാസ്കർ അദ്ദേഹം നേടിയത് 19.86%. വോട്ട് പറഞ്ഞാൽ 22,317 വോട്ടുകൾ. രാജഗോപാൽ 27,667 വോട്ട് നേടിയപ്പോൾ ഇത്തിരി കുറഞ്ഞു. പക്ഷെ അടിസ്ഥാന വോട്ട് അവിടെ ഉറപ്പിച്ചു. അതായത് 22,317 വോട്ടും 19.86 20% അടുത്ത് വോട്ടും പെർസെൻറ്റേജ് അവിടെ നിലനിർത്തി. ചെറിയ കാര്യമല്ല BJPയെ സംബന്ധിച്ച്. ഇനി 2016 LDF ജയിച്ചു വന്ന ഇലക്ഷനിലെ പിണറായി ഒന്നാം സർക്കാർ 2016 റണ്ണറപ്പ് ആരായിരുന്നു പാലക്കാട്ട്? ശോഭാ സുരേന്ദ്രൻ. രണ്ടാം സ്ഥാനത്തെത്തി CPM സ്ഥാനാർത്ഥി, ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പോയി. ഷാഫി പറമ്പിൽ ജയിക്കുന്നു. അപ്പൊ 2016 അനദർ ടേണിംഗ് പോയിന്റ് ആണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കരുത്തയായ BJP സ്ഥാനാർത്ഥി അന്ന് 40,000 മറികടന്നു വോട്ടിങ്ങിൽ. ശോഭ 40,076 വോട്ട് നേടി. അതായത് രണ്ടാം സ്ഥാനത്ത് വന്നു. ശതമാനം 29.08. ഷാഫി പറമ്പിൽ ജയിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. CPMന്റെ NN കൃഷ്ണദാസ്, അറിയപ്പെടുന്ന CPM യുവ നേതാവ് കൃഷ്ണദാസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു 28.07% വോട്ടുമായിട്ട്. മനസ്സിലാക്കണം BJPയുടെ ഒരു കുതിച്ചുചാട്ടം എങ്ങനെയാണ് പാലക്കാട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2021 ശോഭയുടെ 40,000 മറികടന്ന് BJP സ്ഥാനാർത്ഥി മെട്രോമാൻ E ശ്രീധരൻ 50,000-നും അപ്പുറത്തേക്ക് പോയി. ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ട് BJPക്ക് വേണ്ടി നേടിയപ്പോൾ 2021 ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ E ശ്രീധരൻ 50,220 വോട്ട് നേടി. ശതമാനം പറഞ്ഞാൽ 35.34%. LDFന്റെ CPM സ്ഥാനാർത്ഥി പ്രമോദ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു 28.07% വോട്ടുമായിട്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കണ്ണു തുറന്ന് കാണണം. ചെറിയ ഒരു വോട്ടിനാണ്, അതായത് വെറും 3,859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് E ശ്രീധരനെ തോൽപ്പിച്ച് ഷാഫി നിയമസഭയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള സിറ്റിംഗ് സീറ്റിൽ നിന്നാണ് ഇളക്കി മാറ്റിയിട്ട് ഷാഫി പറമ്പിലിനെ ഈ മണ്ടൻ ശിരോമണികളുടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വം വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈപ്പോത്തിസിസ് ആദ്യം പറഞ്ഞത്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടത് പോൾ ചെയ്യുന്ന വോട്ടിന്റെ 35% മുകളിലേക്ക് നേടാൻ ശക്തിയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് ഈ കഴിഞ്ഞ 2021 പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ BJP 35.34% വോട്ട് നേടി E ശ്രീധരൻ. ആ 35 എന്നുള്ള കടമ്പ BJP മറികടന്നിരിക്കുന്നു. ഇനി BJPക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായ ഡേറ്റയാണ്, അനാലിസിസ് ആണ്, അതിന്റെ ഹൈപ്പോത്തിസിസ് ആണ് ഞങ്ങൾ ഈ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ ആഘോഷിക്കുക. ഞങ്ങൾ ഈ പറഞ്ഞ കണക്കിനെ വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ വെല്ലുവിളിക്കുക. ഞങ്ങൾ ഈ പറയുന്ന നിഗമനത്തെ ചോദ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ചോദ്യം ചെയ്യുക. അതുകൊണ്ട് എന്താണ് ഹൈപ്പോത്തിസിസ് എന്നുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. സപ്പോസ് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കുന്നു, പാർലമെന്റിലേക്ക് പോകും, പാലക്കാട്ടെ MLA സ്ഥാനം രാജിവെച്ചാൽ 6 മാസം കഴിയുമ്പം ബൈ ഇലക്ഷനിൽ BJP ഇപ്പം നിന്നതുപോലെ, ഇത്തവണ E ശ്രീധരൻ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നിന്നതുപോലെ അതിശക്തിയായ മുമ്പ് ഒ രാജഗോപാൽ നിന്നതുപോലെ ശക്തിയോ ആയ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് ബൈ ഇലക്ഷൻ കൊണ്ട് നിർത്തിയാൽ ഒരുപക്ഷെ BJP 2ാമത്തെ അക്കൗണ്ട് തുറക്കുന്നത് പാലക്കാടിലൂടെ ആയിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
നിങ്ങൾ ഷാഫി പറമ്പിൽ സിറ്റിംഗ് MLA വടകരയിൽ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ പാലക്കാട് സീറ്റ് BJP കൊടുക്കാൻ എപ്പോഴാണ് തീരുമാനിച്ചത്? ഇതാണോ ദേശീയ ബദൽ? ഇതാണോ BJPയോട് നിങ്ങളുടെ പോരാട്ടം? ഇതാണ് എന്തുവാ ഇതൊക്കെ? ഈ നാട്ടിലെ ജനങ്ങൾ വെറും പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന രാഷ്ട്രീയ അപരാധങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക. ഇത് മൂന്നാമത്തെയാണ്. ഒന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നിന്നത്, ഇപ്പൊ രണ്ടാമത് വീണ്ടും നിന്നത്. അത് രണ്ടും കൂടെ ഒന്നാക്കും. രണ്ടാമത്തേത് ആലപ്പുഴയിൽ KC വേണുഗോപാൽ വന്ന് നിൽക്കുന്നത്. അത് ഞങ്ങൾ വേറെ പ്രത്യേക വീഡിയോ അതേപറ്റി ചെയ്യുന്നു. 3 ഷാഫി പറമ്പിലിനെ പിടിച്ച് വടകര നിർത്തിയത് സിറ്റിംഗ് MLA. ഇതാണോ കോൺഗ്രസ് രാഷ്ട്രീയം? ഇതാണോ മതേതര രാഷ്ട്രീയം? ഇതാണോ BJP വിരുദ്ധ ബദൽ രാഷ്ട്രീയം? നിങ്ങൾ വിശദീകരിക്കണം ജനങ്ങളോട്. ഇതൊക്കെ കഴിയുമോ നിങ്ങൾക്ക്? ഇവിടുത്തെ മാപ്രകൾക്ക് കഴിയുമോ? പക്ഷെ ഞങ്ങളുടെ വിശകലനം തെറ്റത്തില്ല. ഞങ്ങളുടെ ഹൈപ്പോത്തീസിസിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കും. വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചാൽ അടുത്ത ബൈ ഇലക്ഷനിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ BJP ജയിച്ചിരിക്കും. അതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ ഞങ്ങളുടെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട് വടകരയിലെ ജനങ്ങളോട്. ദയവ് ചെയ്ത് ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കരുത്. നിങ്ങൾ ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ചാൽ പാലക്കാട് അസംബ്ലിയിലേക്ക് ബൈ ഇലക്ഷനുള്ള സാഹചര്യമാണ് നിങ്ങൾ വടകരയിലെ വോട്ടർമാർ ഉണ്ടാക്കുന്നത്. അതൊരു രാഷ്ട്രീയ പാതകമായിരിക്കും, ചെയ്യാൻ പാടില്ല. ഇതാണ് ഞങ്ങൾക്ക് വടകരയിലെ വോട്ടർമാരോട് പറയാം.